ഹായ്, ഗുജറാത്ത് യാത്രയുടെ അവസാനത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ അഹമ്മദാബാദിലാണ്. പ്രധാനമായും സബർമതി ആശ്രമം സന്ദർശിക്കുക എന്നതാണ് ഇന്നത്തെ പരിപാടി. അതിനു മുമ്പായി ഇവിടെയുള്ള ഒരു ഇസ്കോൺ ക്ഷേത്രം സന്ദർശിക്കാനാണ് ഇപ്പോൾ പോകുന്നത്. ശ്രീകൃഷ്ണനും പത്നിയായ രാധയ്ക്കും സമർപ്പിച്ചിരിക്കുന്ന അഹമ്മദാബാദിലെ ഒരു പ്രധാന ഇസ്കോൺ ക്ഷേത്രമാണ് ശ്രീ രാധാഗോവിന്ദ മന്ദിർ എന്നറിയപ്പെടുന്ന ക്ഷേത്രം. ഹരേ കൃഷ്ണ പ്രസ്ഥാനം എന്നറിയപ്പെടുന്ന ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് എന്നതിന്റെ ചുരുക്കപ്പേരാണ് ഇസ്കോൺ. 1966 ന്യൂയോർക്കിൽ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ സ്ഥാപിച്ച ആഗോള ആത്മീയ സംഘടനയുടെ പ്രധാന ആസ്ഥാനം പശ്ചിമ ബംഗാളിലാണ്. ഇസ്കോൺ ഭഗവത്ഗീതയുടെ പഠിപ്പിക്കലുകൾ പിന്തുടരുകയും ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുന്നത് പ്രാഥമിക ആത്മീയ പരിശീലനമായി കരുതുകയും ചെയ്യുന്നു. ലോകമെമ്പാടും ക്ഷേത്രങ്ങളും കേന്ദ്രങ്ങളും ഉള്ള ഈ പ്രസ്ഥാനം സസ്യാഹാരം, ധ്യാനം, കൃഷ്ണനോടുള്ള ഭക്തി തുടങ്ങിയ തത്വങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു. ഇതിന്റെ അനുയായികൾ കൃഷ്ണനെ പരമമായ ദൈവമായി കരുതുകയും തങ്ങളുടെ ചിന്തകളും പ്രവർത്തനങ്ങളും കൃഷ്ണനെ പ്രീതിപ്പെടുത്തുന്നതിനായി സമർപ്പിക്കുകയും ചെയ്യുന്നു. വിഷ്ണു, ശിവൻ, ബ്രഹ്മാവ് എന്ന പരമ്പരാഗത ഹിന്ദു ത്രിമൂർത്തികളെക്കാളും കൃഷ്ണൻ വലിയവനും മഹനീയനുമാണെന്ന് ഇസ്കോൺ വിശ്വാസികൾ പഠിപ്പിക്കുകയും അവകാശപ്പെടുകയും ചെയ്യുന്നു. ഇവിടെ കൃഷ്ണനുമായി സ്നേഹബന്ധം വളർത്തിയെടുക്കാൻ ഭക്തർ മന്ത്രങ്ങൾ ഉരുവിടുക, പാട്ട്, നൃത്തം എന്ന ഭക്തിയുടെ പാതയായ ഭക്തി യോഗയിൽ ഏർപ്പെടുന്നു. ഭക്തിയുടെ പരകോടിയുടെ ഉദാഹരണമായ കൃഷ്ണനോടുള്ള രാധയുടെ സ്നേഹം ശുദ്ധവും നിരുപാധികവുമായി കണക്കാക്കപ്പെടുന്നു. അഹമ്മദാബാദിലെ സബർമതി നദിയുടെ തീരത്തുള്ള ഒരു ജലാശയ വികസന പദ്ധതിയാണ് സബർമതി റിവർ ഫ്രണ്ട്. 1960കളിൽ ആലോചിക്കപ്പെട്ട പദ്ധതിയുടെ നിർമ്മാണം 2005 ആരംഭിച്ചത്. ഒരിക്കൽ അവഗണിക്കപ്പെട്ടതും മലിനീകരിക്കപ്പെട്ടതുമായിരുന്ന ഈ പ്രദേശത്തെ നഗര പുനരുജ്ജീവനത്തിന്റെയും സുസ്ഥിര വികസനത്തിന്റെയും പ്രതീകമായി മാറ്റാൻ ഈ പദ്ധതിക്ക് സാധിച്ചു. പാരിസ്ഥിതികവും സാമൂഹ്യവും സാമ്പത്തികവുമായ വശങ്ങൾ സമന്വയിപ്പിക്കുന്നതിനായി വികസിപ്പിച്ചെടുത്ത നദീതീരത്ത് വിശാലമായ നടപ്പാതകൾ, സമൃദ്ധമായ പൂന്തോട്ടങ്ങൾ, വിനോദ ഇടങ്ങൾ, സാംസ്കാരിക വേദികൾ എന്നിവയുണ്ട്. ഏകദേശം 12 ദശലക്ഷം രൂപ ചിലവിൽ പൂർത്തിയാക്കിയ ഈ പദ്ധതി അഹമ്മദാബാദിലെ ഒരു പ്രധാന ടൂറിസം കേന്ദ്രമായി മാറിയിരിക്കുന്നു. ഉത്സവങ്ങളും സംഗീത കച്ചേരികളും പ്രദർശനങ്ങളും ഉൾപ്പെടെ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്ന ഈ പ്രൊമനേഡ് നഗരത്തിലെ തിരക്കുകളിൽ നിന്നും മാറി ശാന്തമായ ഒരു അന്തരീക്ഷം ആഗ്രഹിക്കുന്ന പ്രദേശവാസികളെയും സന്ദർശകരെയും ഒരുപോലെ ആകർഷിക്കുന്ന ഒരു സ്ഥലമാണ്. സബർമതി റിവർ ഫ്രണ്ടിലെ ത്രികോണാകൃതിയിലുള്ള ട്രസ് പാലമായ അടൽ പെഡസ്ട്രിയൻ ബ്രിഡ്ജ് ഗുജറാത്തിലെ പ്രശസ്തമായ പട്ടം പറത്തൽ ഉത്സവത്തിന്റെ തീമിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. 2022 ഉദ്ഘാടനം ചെയ്ത 300 മീറ്റർ നീളവും മധ്യഭാഗത്ത് 14 മീറ്റർ വീതിയുമുള്ള ഈ കാൽനട പാലം 2600 മെട്രിക് ടൺ സ്റ്റീൽ പൈപ്പുകൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആധുനിക സൗന്ദര്യം പ്രദാനം ചെയ്യുന്ന സ്റ്റീലും ഗ്ലാസും കൊണ്ട് നിർമ്മിച്ച ഇതിന്റെ റെയിലിംഗുകൾ രാത്രികാലത്ത് LED ലൈറ്റുകൾ കൊണ്ട് ഇലുമിനേറ്റ് ചെയ്യപ്പെടുന്നു. സിംഗിൾ സ്പാൻ സ്റ്റീൽ ട്രസ്സും 2 ഫൗണ്ടേഷനുകളുമുള്ള പാലത്തിന്റെ ക്രോസ് സെക്ഷൻ ഒരു പട്ടം പോലെയാണ് തോന്നിക്കുന്നത്. കൂടാതെ ഇതിന്റെ വർണ്ണാഭമായ ഫാബ്രിക് പാനലുകൾ പട്ടങ്ങളുടെ നിറങ്ങളുടെ ഷെയ്ഡ് ഉള്ളതുമാണ്. നദീതീരത്തിന്റെ പടിഞ്ഞാറൻ അറ്റത്തുള്ള പൂന്തോട്ടത്തെ കിഴക്കേ അറ്റത്തുള്ള വരാനിരിക്കുന്ന കലാ സാംസ്കാരിക കേന്ദ്രവുമായി ബന്ധിപ്പിക്കുന്ന ഈ പാലത്തിന് സബർമതി നദീതീരത്തിന്റെ മുകളിലും താഴെയുമുള്ള പ്രൊമനേഡുകളെ ബന്ധിപ്പിക്കുന്ന 2 തലത്തിലുള്ള നടപ്പാതകളാണുള്ളത്. കാൽനട യാത്രക്കാർക്കായി മാത്രം അനുവദിച്ചിരിക്കുന്ന ഈ പാലത്തിൽ സന്ദർശകർക്ക് നദിയുടെ ഭംഗി ആസ്വദിക്കാനായി ഇരിപ്പിടങ്ങളും പച്ചപ്പ് നൽകാൻ വിവിധ മരങ്ങളും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിലുള്ള ഈ കാൽനടപ്പാലം സുസ്ഥിര നഗരാസൂത്രണത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും നഗരത്തിന്റെ പ്രതിബദ്ധതയെ പ്രതീകപ്പെടുത്തുന്നു.
ഞാനിപ്പോൾ ഗാന്ധിജിയുടെ വാസസ്ഥലമായിരുന്ന സബർമതി ആശ്രമത്തിലാണ്. സബർമതി റിവർ ഫ്രണ്ടിൽ നിന്നും ഏകദേശം 6 കിലോമീറ്റർ ദൂരെയാണ് ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 36 ഏക്കറിലായി സബർമതി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സമുച്ചയത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം പേറുന്ന നിരവധി കെട്ടിടങ്ങളുണ്ട്. കസ്തൂർബ ഗാന്ധിയും വിനോബ ഭാവെ പോലുള്ള അനുയായികളും ഒത്ത് ഗാന്ധിജി ഇവിടെ 12 വർഷത്തോളം താമസിച്ചിരുന്നു. 1930 മാർച്ച് 12-ന് ഉപ്പ് സത്യാഗ്രഹത്തിലേക്ക് നയിച്ച ദണ്ഡി മാർച്ചിന് ഗാന്ധിജി നേതൃത്വം നൽകിയത് ഇവിടെ നിന്നാണ്. സത്യാഗ്രഹ ആശ്രമം എന്നറിയപ്പെടുന്ന ഗാന്ധിജിയുടെ ആദ്യത്തെ ആശ്രമം അഹമ്മദാബാദിന് സമീപമുള്ള കൊച്ചറാബ് ബംഗ്ലാവായിരുന്നു. എന്നാൽ കൃഷി, മൃഗസംരക്ഷണം തുടങ്ങിയ വിവിധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി ഒരു വലിയ പ്രദേശം ആവശ്യമായി വന്നപ്പോൾ 2 വർഷത്തിനു ശേഷം 1917-ൽ പഴയ ആശ്രമം സബർമതിയുടെ തീരത്തുള്ള ഈ പ്രദേശത്തേക്ക് മാറ്റി. തുടർന്ന് അത് സബർമതി ആശ്രമം എന്നറിയപ്പെടാൻ തുടങ്ങി. നമ്മൾ ആദ്യം കയറി ചെല്ലുന്നത് മഹാത്മാഗാന്ധിയുടെ ജീവിതം, പഠിപ്പിക്കലുകൾ, പൈതൃകം എന്നിവയ്ക്കായി സമർപ്പിച്ചിരിക്കുന്ന ഗാന്ധി സ്മാരക സംഗ്രഹാലയ എന്ന മ്യൂസിയത്തിലേക്കാണ്. സംഗ്രഹാലയത്തിൽ എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞ ഗാന്ധിജിയുടെ അസാധാരണമായ ജീവിതത്തെയും തത്വചിന്തയെയും കുറിച്ചുള്ള സമഗ്രമായ ഉൾക്കാഴ്ച നൽകുന്ന പുരാവസ്തുക്കൾ, ഫോട്ടോഗ്രാഫുകൾ, കൈയെഴുത്തു പ്രതികൾ, വ്യക്തിപരമായ വസ്തുക്കൾ എന്നിവയുടെ സമൃദ്ധമായ ഒരു ശേഖരമുണ്ട്. ഒരു നേതാവ്, ആക്ടിവിസ്റ്റ്, തത്വചിന്തകൻ എന്നീ നിലകളിൽ ഗാന്ധിജിയുടെ യാത്രയുടെ ചരിത്രമാണ് മ്യൂസിയത്തിൽ പ്രദർശനത്തിലുള്ളത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ അദ്ദേഹത്തിന്റെ നിർണായക പങ്കും സാമൂഹ്യനീതി, അഹിംസ, സാമുദായിക സൗഹാർദ്ദം എന്നിവയ്ക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ വാദവും ഇവിടുത്തെ പ്രദർശനങ്ങൾ പ്രകടമാക്കുന്നു. സംഗ്രഹാലയയുടെ വാസ്തുവിദ്യ ഗാന്ധിയുടെ മിതവ്യയത്തിന്റെയും സ്വാശ്രയത്തിന്റെയും തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ലാളിത്യത്തെയും സുസ്ഥിരതയെയും പ്രതിഫലിപ്പിക്കുന്നു. ഗാന്ധിയൻ ആദർശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും സമാധാനം, സമത്വം, മാനുഷിക അന്തസ് എന്നിവയിലേക്ക് ഭാവി തലമുറകളെ പ്രചോദിപ്പിക്കുന്നതിനുമായി വർക്ക്ഷോപ്പുകൾ, സെമിനാറുകൾ, സാംസ്കാരിക പരിപാടികൾ എന്നിവ ഇവിടെ സംഘടിപ്പിക്കാറുണ്ട്. ആശ്രമത്തിലെ ഒരു പ്രധാന ആകർഷണം ഗാന്ധിജിയുടെ വസതിയായ ഹൃദയകുഞ്ച് തന്നെയാണ്. ഈ എളിമയുള്ള കെട്ടിടം ഗാന്ധിജിയുടെയും ഭാര്യ കസ്തൂർബയുടെയും വസതിയായിരുന്നു. ഹൃദയകുഞ്ചിന്റെ മതിലുകൾക്കുള്ളിലാണ് ഗാന്ധി തന്റെ സത്യത്തിന്റെയും അഹിംസയുടെയും തത്വചിന്ത വികസിപ്പിക്കുകയും പരിഷ്കരിക്കുകയും ചെയ്തത്. ഇവിടെയാണ് അദ്ദേഹം സാമുദായിക ജീവിതത്തിലും ലാളിത്യത്തിലും സ്വാശ്രയത്തിലും നിരവധി ചർച്ചകളും പരീക്ഷണങ്ങളും നടത്തിയത്. ഹൃദയകുഞ്ചിന്റെ എളിയ ചുറ്റുപാടുകൾ കുറഞ്ഞ ഭൗതിക സമ്പത്തും പരമാവധി ധാർമ്മിക സമഗ്രതയുമുള്ള ജീവിതം നയിക്കുന്നതിൽ നിന്നാണ് യഥാർത്ഥ സന്തോഷവും സംതൃപ്തിയും ലഭിക്കുന്നതെന്ന അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഗാന്ധിജിയുടെ ലളിതമായ ജീവിതത്തെ കാണിക്കുന്ന അദ്ദേഹത്തിന്റെ ചില സ്വകാര്യ വസ്തുക്കൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ ചെറിയ ഭവനത്തിലാണ് ഗാന്ധിജി ദേശീയ, അന്തർദേശീയ വ്യക്തിത്വങ്ങളെ കണ്ടുമുട്ടിയിരുന്നത്. അദ്ദേഹത്തിന്റെ നിസ്സഹകരണ പ്രസ്ഥാനത്തെ തുടർന്ന് ബ്രിട്ടീഷുകാർ ആശ്രമം പിടിച്ചെടുത്തപ്പോൾ ഇന്ത്യ സ്വതന്ത്രമാകുന്നതുവരെ ഈ ആശ്രമത്തിലേക്ക് വരില്ല എന്ന പ്രതിജ്ഞയോടെ അദ്ദേഹം ആശ്രമം വിട്ടു. 1933-ൽ ആളൊഴിഞ്ഞ സ്ഥലമായി മാറിയ ആശ്രമം പിരിച്ചുവിടാൻ അദ്ദേഹം തീരുമാനിച്ചപ്പോൾ പ്രദേശവാസികളാണ് ഇത് സംരക്ഷിക്കാൻ തീരുമാനിച്ചത്. ഈ തുറന്ന മൈതാനം ഉപാസന മന്ദിർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ആശ്രമത്തിൽ പ്രാർത്ഥനകൾ പതിവായിരുന്നു. ഇവിടെയാണ് വിശുദ്ധ ഗീത, ഖുർആൻ, ബൈബിൾ എന്നിവയിൽ നിന്നുള്ള വായനകളും എല്ലാ മതത്തിൽ നിന്നുമുള്ള പ്രാർത്ഥനകളും നടന്നിരുന്നത്. മറ്റെല്ലാ ജീവികൾക്കും രാത്രിയാകുമ്പോൾ അച്ചടക്കമുള്ള ആത്മാവ് ഉണർന്നിരിക്കുന്നു എന്ന ഭഗവത്ഗീതയുടെ വാക്കുകൾ ആശ്രമ ജീവിതത്തിന്റെ ആദർശമായിരുന്നു.
ആശ്രമം മാനേജരായിരുന്ന മകൻലാൽ ഗാന്ധിയുടെ വീടായിരുന്നു മകൻ നിവാസ് എന്ന് വിളിക്കുന്ന ഈ വീട്. ദക്ഷിണാഫ്രിക്കയിലെ ആശ്രമകാലം മുതൽ ഗാന്ധിയുടെ അനുയായിയായിരുന്ന അദ്ദേഹത്തിന്റെ ബന്ധുവായ മകൻലാലിനെ ആശ്രമത്തിന്റെ ആത്മാവ് എന്നാണ് ഗാന്ധിജി വിളിച്ചിരുന്നത്. അദ്ദേഹം ചർക്കയുടെ വിവിധ നവീകരിച്ച ഡിസൈനുകൾ അവതരിപ്പിച്ചു. ഇന്ന് ഒരു മ്യൂസിയമായി പ്രവർത്തിക്കുന്ന മകൻ നിവാസിൽ ഖാദിക്ക് ജന്മം നൽകിയ വിപ്ലവത്തിന്റെ പ്രതീകമായി മാറിയ ചർക്കകളുടെ വ്യത്യസ്ത രൂപകൽപ്പനകൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. സബർമതി ആശ്രമം രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ കേന്ദ്രം മാത്രം ആയിരുന്നില്ല, മറിച്ച് സാമൂഹിക പരിഷ്കരണത്തിന്റെയും വികസനത്തിന്റെയും കേന്ദ്രം കൂടിയായിരുന്നു. ഇന്ന് ഗാന്ധിജിയുടെ ജീവിതത്തെയും തത്വചിന്തയെയും കുറിച്ച് പഠിക്കാൻ വരുന്ന ലോകമെമ്പാടുമുള്ള സന്ദർശകരെ ആകർഷിച്ചുകൊണ്ട് ഗാന്ധിയുടെ സ്ഥായിയായ പൈതൃകത്തിന്റെ ജീവനുള്ള സ്മാരകമായി സബർമതി ആശ്രമം നിലകൊള്ളുന്നു. എൻ്റെ ഗുജറാത്ത് യാത്രകൾ ഇവിടെ അവസാനിക്കുകയാണ്. ദൈവങ്ങളുടെ ദ്വീപ് എന്നറിയപ്പെടുന്ന ഇന്തോനേഷ്യയിലെ ബാലിയിലെ യാത്രകളാണ് അടുത്ത പരമ്പര. കാത്തിരിക്കുക.